ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസിങ് വ്ളോഗ് ഇന്ന് വേണ്ട, എന്നത് ചെയ്തിട്ട് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുള്ളത് ഏദിൻ കഫേയിലാണ്. ആക്ച്വലി ഇത് 2 ഫ്ലോറായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും സെക്കൻഡ് ഫ്ലോറിലാണ് ചെന്നിരിക്കാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഇരിക്കാനാണ്. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുന്നംകുളത്തിൻ്റെ ഒരു വ്യൂ മൊത്തത്തിൽ കിട്ടും. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ മെനു കാർഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ജസ്റ്റ് എടുത്ത് മറിച്ച് നോക്കി. എനിക്ക് മെനു കാർഡിൽ എല്ലാ മെനുവും എന്തൊക്കെയുള്ളതെന്നൊക്കെ അറിയണം. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി. അപ്പോൾ കുറേ മെനൂസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ കർക്കിടക ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആണ്. അപ്പം നമ്മൾ വെജിറ്റബിൾ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെജ് റാപ്പ് വിത്ത് ചീസ് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ന്യൂട്ടെല്ലയുടെ പാൻ കേക്കാണ്. പിന്നെ നമ്മൾ എനിക്കും അമ്മയ്ക്കും രണ്ടാൾക്കും ഓരോ ഹോട്ട് ചോക്ലേറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മെനു ഒക്കെ സൂപ്പറാണ്. ഇവിടുത്തെ എല്ലാ ഫുഡും സൂപ്പറാണ്. അപ്പോൾ കുറേ കോമ്പോസൊക്കെ ഉണ്ട് ചിക്കൻ്റെ. പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അതൊക്കെ നോക്കി ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നാളെയും കൂടി ഉണ്ട്. ഞാൻ 7 ദിവസമാണ് കർക്കിടകം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസും ഒക്കെ അവിടെ നിന്നിട്ട് എടുത്തു. അത് ഞാൻ എവിടെ ചെന്നാലും എടുക്കും. അപ്പോൾ അതേപോലെ എടുത്തു. അമ്മയാണെങ്കിൽ അവിടെ അമ്മയുടെ ഫോണിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെയും കുറച്ച് വീഡിയോ എടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ ഒരു ലൈറ്റിൻ്റെയും കൂടി ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ അതൊക്കെ എടുക്കുമ്പോൾ അമ്മ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. അത് പിന്നെ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ റാപ്പും എത്തി. അപ്പോൾ പാൻ കേക്ക് വരാൻ ഒരു അരമണിക്കൂറാവുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ആദ്യമായിട്ടാണ് കഴിച്ച് നോക്കുന്നത്. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. ഇതൊരു ചോക്ലേറ്റും ബൂസ്റ്റ് എല്ലാം കൂടിയിട്ട് കലർന്നൊരു ടേസ്റ്റ്. അതുപോലെ തന്നെ റാപ്പും നമ്മൾ വാങ്ങിയിട്ട് പകുതിയാക്കാമെന്നൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു. പാൻ കേക്കും വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടി അവിടെ നിന്നേ അത് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. കാരണം പാൻ കേക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പാൻ കേക്ക് വന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാൻ കേക്ക് കഴിച്ച് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഇതിലൊരു 12 പീസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയും കഴിക്കുകയും കൂടി ചെയ്യണോണ്ട് എനിക്ക് ആദ്യം കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് അവസാനം നമ്മളത് നമ്മുടെ കയ്യിലെത്തിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു അത്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച റാപ്പും ചോക്ലേറ്റൊക്കെ കഴിച്ചപ്പോൾ. പക്ഷേ എന്തോ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ വേഗം വേഗം എല്ലാതും കഴിച്ചു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അതിൽ നല്ല ഡെക്കറേറ്റീവൊക്കെ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ്. ഞാൻ ഇത് പെട്ടെന്ന് തന്നെ തീർത്തു. അങ്ങനെ നമ്മളിതൊക്കെ തീർത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ കുന്നംകുളത്ത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവൾക്കായുടെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഏദൻ കഫേ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്